പെൻഷൻ വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക തീർത്തു കൊടുക്കുകയും മരുന്ന് സൗജന്യമായി നൽകുകയും ചെയ്യുക മാത്രമല്ല വയോജനങ്ങൾക്കായി ഒരു സർക്കാർ ചെയ്യുന്നത്. സർക്കാരിനൊപ്പം ചേർന്ന് ഒരു നാട്, ഒരു പഞ്ചായത്ത് എങ്ങനെയാണ് വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എന്ന കഥ തേടിയാണ് ഇന്നത്തെ നാട്ടുവണ്ടി ഒരു വോട്ട് യാത്രയുടെ യാത്ര. വാർദ്ധക്യകാലത്തെ മടുപ്പും ഒറ്റപ്പെടലുമൊക്കെ മറികടക്കാൻ ഈ മനുഷ്യന്മാർ കണ്ടെത്തുന്ന ഒരു വഴി കൂടിയാണ് ഈ വയോജന അയൽക്കൂട്ടം. എല്ലാ ആഴ്ചയും ഒരു യോഗം ചേർന്ന് പാട്ടുകളും കഥകളും പഴയ വർത്തമാനങ്ങളും നാട്ടുവിശേഷങ്ങളും കൊച്ചു വർത്തമാനങ്ങളും എല്ലാം പറഞ്ഞ് നല്ല രസകരമായിട്ട് പോകുന്നതാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ വയോജന നയങ്ങൾക്ക് അനുസൃതമായിട്ടാണ് തിരുവാർപ്പ് പഞ്ചായത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വയോ ക്ലബ്ബ് വാർദ്ധക്യകാലത്ത് വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യന്മാർക്ക് ഒരുമിച്ച് വന്നിരിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനുമായുള്ള ഒരിടം എന്ന നിലയ്ക്കാണ് ഈ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ ഈ വയോജന കൂട്ടായ്മ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലാവരും എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച 4 മണിയാകുമ്പോൾ കൂടും. പാട്ടും പിള്ളേരെ വിളിച്ച് പിള്ളേരുടെ ഡാൻസുകളും എല്ലാം വെച്ച് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഒരു 5:30 ആകുമ്പോൾ പിരിയും. ഞങ്ങൾ വയോജന ഉല്ലാസ യാത്രയ്ക്ക് പോയി അവിടെയൊക്കെ അടിച്ചു പൊളിച്ച് വന്ന് 2 പ്രാവശ്യം പോയി. നല്ല രീതിയിൽ പോകുന്നു. അതെ, സർക്കാർ കൊണ്ടുപോകുന്ന 2 വർഷമായിട്ട് സർക്കാർ തന്നെയാണിത് ഉണ്ടാക്കി. അയൽക്കൂട്ടം കൂടിച്ചതും എല്ലാവരും തന്നെയാണ്. പെൻഷൻ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 2000 കിട്ടി, 1600 കൂടെ കൂട്ടി 3600 കിട്ടി. സന്തോഷമായി. പിന്നെ ഞങ്ങളെ എപ്പോഴും തിരക്കും അന്വേഷിച്ചൊക്കെ വരുന്നുണ്ട്. സർക്കാർ വന്ന് ഞങ്ങൾ അയൽക്കൂട്ടം കൂടുന്നുണ്ടോ ഒക്കെ തിരക്കുന്നുണ്ട്. ഞങ്ങളുടെ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു രസമുള്ള കാര്യം പറയട്ടെ. എന്നാന്നറിയോ, ഇവിടെ എന്നോട് വന്നൊരു BJP സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വോട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനെങ്ങനെയാണ് നിങ്ങളോട് കള്ളം പറയുന്നത്? അതുകൊണ്ട് സത്യം മാത്രമേ പറയാൻ എനിക്ക് കഴിയുള്ളൂ. എൻ്റെ വോട്ട് തരികയില്ല. കാരണം നമ്മൾ തിരിഞ്ഞു പോയാൽ ഈ കിട്ടുന്ന ഗുണങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം എന്നേക്കുമായി നഷ്ടപ്പെടും. 980 മുതൽ പെൻഷൻ തുടങ്ങിയപ്പോൾ കാലം മുതട്ട് എതിര് പറഞ്ഞവരാണ് ഇത് നിർത്താൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപെടുന്നത്. 2000 രൂപ പെൻഷൻ ആക്കിയപ്പോഴത്തേക്ക് അവര് അതിഭയങ്കരമായ എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ്. കൂട്ടാൻ പാടില്ല, ഒന്നും കൊടുക്കരുതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഇതിനെല്ലാം അറുതി വരുത്താൻ ഇനിയും ഒരു തുടർ ഭരണം ഉണ്ടാകേണ്ടതുണ്ട്. സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. സർക്കാർ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ചെറുപ്പം പോലെ ഈ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നവരാണ്. ഒരു കുഴപ്പമില്ല, നന്നായി നടക്കുന്നു. ഞങ്ങൾ 4 മണിയാകുമ്പം കൂടുന്നു, 5 മണിയാകുമ്പം പിരിയുന്നു. എല്ലാ വീടുകളിലും കാപ്പിയനത്തി എല്ലാവരും കൂടി കഴിഞ്ഞ് കൂടിച്ച് പിരിയുന്നു. നല്ല സന്തോഷത്തിൽ തന്നെ ഞങ്ങൾ പോണേ. ആ കൂട്ടായ്മ വഴി എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അത്രയും സമയം നമ്മുടെ വീട്ടിൽ ദുഃഖങ്ങളുണ്ടെങ്കിലും സുഖങ്ങളുണ്ടെങ്കിലും എല്ലാം പരസ്പരം അങ്ങോട്ട് പറയാനുള്ള ഒരു വേദി ഈ സർക്കാരായിട്ട് നമുക്ക് ഇണക്കി തന്നു. പെൻഷൻ 2 എണ്ണം കിട്ടി. സന്തോഷമായി. അതൊക്കെ ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സന്തോഷിപ്പിച്ച്. ഇനി ഇലക്ഷനാണ്, അത് ജയിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. കഥ പറയുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്ത് എല്ലാ ഞായറാഴ്ചകളിലും മെനക്കെടാതെ ഞങ്ങൾ പങ്കെടുക്കുന്നു. സന്തോഷകരമായി പോകും. നമ്മുടെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ 2 നമ്മുടെ വയോജനങ്ങളെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് നോക്കിക്കാണുന്നത്. കാരണം ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈയിടെ കലാമത്സരങ്ങൾ നടത്തി. ഈയിടെ വയോജനങ്ങളെല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് 6 or 7 വണ്ടി ഉണ്ടായിരുന്നു ഇവിടുന്ന് വാഗമണ്ണിന് പോയത്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. 18 പേരുണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പിൽ. 18 പേര് ഞങ്ങൾ പുരുഷന്മാർ 3-4 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ സ്ത്രീകളാണ്. വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ ഒരു ചിഹ്നമുണ്ട്. നേരത്തെ കൊച്ചുനാളത്തിട്ടൊരു ചിഹ്നമുണ്ട്. ആ ചിഹ്നത്തിന് മാത്രമേ കുത്തുള്ളൂ. ആര് തോറ്റാലും ആര് ജയിച്ചാലും അതുപോലെ ചുറ്റി വർഷത്തിലേ ഞങ്ങൾ കുത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ ചിഹ്നം. ഈ ഗ്രാമപഞ്ചായത്തെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു വയോജന ക്ലാസ് വെച്ചത് വളരെ നല്ലത്. ഞങ്ങൾ ഞായറാഴ്ച ചുമ്മാ കുത്തിയിരുന്ന് കയറുന്നേ. അതുകൂടാതെ ഇപ്പോൾ ഇവരെല്ലാം ഞങ്ങളെ ഒത്തുകൂടി ഒരു സഹോദര സ്നേഹം, എല്ലാവരും പരസ്പരം അങ്ങോട്ട് വർത്തമാനം പറയുകയും കഥകൾ പറയുകയും പാട്ട് പാടുകയും എല്ലാം ചെയ്യുന്നുണ്ട്.
ഇവരുടെ ഈ വർത്തമാനങ്ങൾ കേട്ട് പാട്ട് കേട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് പോയല്ലേ പറ്റൂ. അതുകൊണ്ട് നാട്ടുവണ്ടി വോട്ട് യാത്ര ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. വീണ്ടും കാണാം. വീണ്ടും കാണാം.